ലോകത്ത് മിക്കവാറും കമ്പോളവൽക്കരിക്കപ്പെടുകയാണ്. മിക്കവാറും കാര്യങ്ങൾ കമ്പോളവൽക്കരിക്കപ്പെടുകയാണ്. ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്നത് തന്നെ ഒരു കമ്പോളം എന്ന് തന്നെ പറയാൻ പറ്റും. അവരുടെ ആയുധ ഫാക്ടറികളിൽ നിന്നും ആയുധങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി വലിയ വലിയ രാഷ്ട്രങ്ങൾ ചെറിയ രാഷ്ട്രങ്ങളെയും ചെറിയ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിരന്തര പോരാട്ടങ്ങളുടെ പിറകിൽ നാം അന്വേഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മീഡിയകളുടെ ഇന്ന് ചാനലുകളിലെ ഒരു സ്വഭാവം തന്നെ നാം എടുത്തു നോക്കുക. അവരൊപ്പിയെടുക്കുന്ന ന്യൂസുകൾ അവർക്ക് താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് എത്രത്തോളം സമൂഹത്തിന്റെ മുമ്പിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ പറ്റും എന്നുള്ള രീതിയിൽ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അർദ്ധസത്യങ്ങളും മറ്റുമായി ചാനലുകൾ പലപ്പോഴും വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായി ചാനലുകൾ തന്നെ ആകുന്നുണ്ട്. ഇവിടെ നാം നോക്കുക, ഇവിടെ കാണുന്ന ന്യൂസില് ഒരു ഉദാഹരണം മാത്രമാണ്, ചെറിയ എക്സാമ്പിൾ. അതായത് ഒരു ഉസ്താദിനോട്, ഒരു പണ്ഡിതനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഏതെല്ലാം കറികൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാ ചോദിക്കുന്നത്. ഒരു ചാനലിന്റെ ആള് ഒരു ഉദാഹരണം പറയുകയാണ്, ഏതെല്ലാം കറികളാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയുന്നു, അങ്ങനെയൊന്നുമില്ല, ഉമ്മ വയ്ക്കുന്നതെല്ലാം എനിക്ക് ഇഷ്ടമാണ് എന്നാണ് മറുപടി കൊടുത്തത്. പിറ്റേ ദിവസം ചാനലിൽ വാർത്ത വന്നത്, ഉസ്താദ് പറഞ്ഞു ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ളത്. അത് മൊത്തം ചർച്ചയായി. അതിനെ സംബന്ധിച്ച് ചർച്ച ഇനി കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് സോഷ്യൽ മീഡിയകളുടെ മുമ്പിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി തന്നെ. ആരെയാണ് വാരി വലിച്ചെഴുതേണ്ടത്, ആരെയാണ് ആക്ഷേപിക്കേണ്ടത്, ആരെയാണ് കുറ്റം പറയേണ്ടത് എന്ന് ഒരു തൊഴിലുമില്ലാതിരിക്കുന്ന കുറെ ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സത്യസന്ധമായ നീതിബോധത്തോടുകൂടി ജീവിക്കുന്നവർ, ശുദ്ധമായ മനസ്സോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാത്തിനെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണം. ഏത് ചാനല് വന്നു എന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. പലപ്പോഴും സമൂഹത്തിൽ ഒരുപാട് ഫിത്തനകൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ചാനലുകൾ തന്നെ ശ്രമിക്കുന്നുണ്ട്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ മോശമായ പ്രചരണങ്ങൾ നടത്തി അതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തി ചാനലുകൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊരു കമ്പോളവൽക്കരണമാണ്. ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിൽ നിന്നും നയപരമായിട്ട് ചാനലുകളൊന്ന് മാറി നിന്നാൽ തന്നെ ഈ ലോകത്ത് ഒരുപാട് സമാധാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് ആത്യന്തികമായിട്ട് പറയാനുള്ളത്. സത്യസന്ധമായിട്ടെങ്കിലും പ്രചരണങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ പ്രചരിപ്പിക്കുവാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും കാണിക്കുക. സ്വന്തം ചാനലുകളെ ഗ്രോത്ത് ആക്കുവാൻ വേണ്ടിയും വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയും എന്ത് തോന്നിവാസങ്ങളും വിളമ്പി നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ബോധ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമുണ്ട്. ആ നല്ല പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകട്ടെ. അല്ലാത്ത മോശമായത് അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമായ ചിന്തകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന വാർത്തകളും സമൂഹത്തിന് കൊടുക്കുന്നതിൽ നിന്നും ചാനലുകളൊന്ന് മാറി നിന്നാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നാട് ഒരുപാട് വികസനങ്ങളിലേക്കും രാജ്യം ഇതിനേക്കാൾ ഒരുപാട് മുമ്പന്തിലേക്ക് എത്തിച്ചേരാനൊക്കെ സാധിക്കും. ആവശ്യമില്ലാത്ത ചർച്ചകളിൽ മാത്രമായി നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാര്, യുവാക്കള്, വരും തലമുറകൾ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മീഡിയകൾ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. അത് വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.